പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. മനോജ് വന്ന് ചോദ്യം ചെയ്തതിനെ തുടർന്ന് കൺമണി ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന കൺമണി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ്. മാത്രവുമല്ല, കൃഷിസാറിൻ്റെ കാര്യത്തിൽ തനിക്ക് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല എന്ന് കൺമണി ഇതേ തുടർന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. മാത്രവുമല്ല, ഇനിയും ഇങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യവുമില്ല. എനിക്ക് പ്രായപൂർത്തിയായി. അതുകൊണ്ട് തന്നെ തെറ്റേതാണ് ശരി ഏതാണ് എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. ദയവായി എന്നെ ഇപ്പോൾ വെറുതെ വിട്ടേക്ക്. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ധനലക്ഷ്മിയും അതുപോലെ തന്നെ മനോജും. ഇത് കേൾക്കുന്ന ധനലക്ഷ്മി ഒരിക്കലും കൺമണിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കൺമണിയുടെ നല്ല ഭാവിയെ കരുതി മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ആവശ്യമാണ് നിന്നോട് ഈ കാര്യങ്ങൾ പറയേണ്ടത്? നീ നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറയുന്നതിനായി തയ്യാറായത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യമൊന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരിക്കലും ഞങ്ങൾ നിന്റെ ജീവിതം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, പ്രത്യേകിച്ച് മനോജേട്ടനും. ഇത് കേൾക്കുന്ന കൺമണി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് കുറച്ച് സമയം വേണം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആലോചിക്കാൻ അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കേട്ട മനോജ്, നീയും കൃഷി സാറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഇത് കേൾക്കുന്ന കൺമണി എങ്ങനെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും ഇവർ അത് കണക്കിലെടുക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയില്ല. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന കൺമണി ഇനിയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ എന്താണ് കൺമണിക്ക് പറ്റിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു. ഒരിക്കലും അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഞാനും പ്രതീക്ഷിച്ചതല്ല. കൺമണി എന്തുകൊണ്ടാണാവോ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ചത്? എന്നാൽ ഇതേ സമയം കൺമണിയെ കാണുന്നതിനായി എത്തുന്ന ഗോകുൽ കൺമണിയോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് കൺമണി എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കൃഷ് സാറിനെ എങ്ങനെയാടാ ഞാൻ വിഷമിപ്പിക്കുക? വരുണിനോടാണ് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ തുറന്നു പറയും? ഈ ചോദ്യങ്ങളാണ് എന്നെ ആകെ വിഷമിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന ഗോകുൽ, അപ്പ വിഷമിക്കേണ്ട, അപ്പയെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വീട്ടിൽ പറയുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച് മതിയാകൂ. അപ്പയെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അതുവരെ അപ്പ കാത്തിരിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃഷ് സാർ കെട്ടിയ താലി
കഴുത്തിലുള്ളിടത്തോളം കാലം ഞാൻ എങ്ങനെയാണ് ക്രിഷ് സാറിനെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് പോവുക? അത് ശരിയല്ലല്ലോ. അപ്പ പറഞ്ഞത് ശരി തന്നെയാണ്. എന്തായാലും പക്ഷേ വരുണിനോട് സത്യങ്ങൾ പറയാതിരിക്കുന്നതും ശരിയല്ല. വരുൺ ചേട്ടനോട് കാര്യങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ശരിയാണ്. ഞാൻ എന്തായാലും വരുണിനെ കാണുകയാണ് എങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ നോക്കി കാര്യങ്ങൾ പറയേക്കാം. എന്നാൽ ഇതേ സമയം തൻ്റെ ദേഷ്യത്തിൽ മുന്നോട്ട് പോകുന്ന വരുൺ കൃഷിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് മനോജ് കടന്നു വരുന്നത്. മനോജിനെ കണ്ടതിനെ തുടർന്ന് കൃഷ് വളരെയധികം സന്തോഷത്തിൽ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാനിപ്പോൾ വന്നത് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം കൃഷുമായി സംസാരിക്കാനാണ്. എന്താണ് മനോജേട്ടന് എന്താണ് എന്നോട് പറയാനുള്ളത്? ഇത് കേൾക്കുന്ന മനോജ്, കൺമണിയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൺമണി ഇപ്പോൾ ആകെ മാറിപ്പോയിരിക്കുന്നു. എന്താണ് അവൾക്ക് പറ്റിയത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അല്ലോ. അതുകൊണ്ട് തന്നെ ആ കാര്യം ചോദിച്ചു മനസ്സിലാക്കണം. എന്തോ ഇപ്പോൾ വരുണുമായി അവൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. അതൊന്നും അവളുടെ ഭാവിക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് കൃഷിനോട് സംസാരിക്കുന്നതിനായി വന്നത്. അവളുടെ ജീവിതം രക്ഷപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വരുണുമായുള്ള വിവാഹം ഇങ്ങനെ പോയാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അവരുടെ ജീവിതത്തെ. അതുകൊണ്ടാണ് ഞാൻ ഇനിയും ക്രിസ് സാർ അവരുടെ ജീവിതത്തിൽ ഇടപെടരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വന്നത്. ഇത് കേൾക്കുന്ന ക്രിഷ് ഒന്ന് ഞെട്ടിപ്പോവുകയും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന ക്രിഷ് യാതൊരു വിധത്തിലും മനോജേട്ടൻ വിഷമിക്കേണ്ട എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് മനോജ് ക്രിഷിന്റെ ചതിയെ പറ്റി അറിയാൻ ഇടയാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.